വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു ഹൽവൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ഹൽവ ചെയ്തെടുക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്താലാണ് എത്രത്തോളം ഇത് രുചിയുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കര ഒരു വെയിറ്റ് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 അച്ചു ശർക്കരയാണ് ഞാനിത് പൊടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ഈ ഹൽവ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹൽവ നമുക്ക് കട്ടിയായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ആ 1/2 കപ്പ് നമ്മൾ ഏത് കപ്പിലാണോ എടുത്തത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെള്ളം എടുക്കുക. ഇപ്പോൾ നിങ്ങൾ എടുത്തത് 1 കപ്പ് ശർക്കരയാണെങ്കിൽ 2 കപ്പ് വെള്ളം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കരയൊന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഒട്ടി വരുന്ന പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ഈ ശർക്കരയൊന്ന് ഉരുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അടുത്തൊരു പാൻ എടുക്കണം. അതിലേക്ക് 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ശർക്കര ഏതിലാണോ എടുത്തത് അതിൻ്റെ 1/4 ഭാഗത്തോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്നും ചെയ്യരുത്, നെയ്യ് തന്നെ നിർബന്ധമാണ്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അരിക്കാതെ തന്നെയാണ് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം, ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ. പക്ഷേ ശർക്കരയാണ് ഒന്നും കൂടി ടേസ്റ്റ്. ശർക്കര കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്താൽ മതി. ഗോതമ്പ് പൊടിയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ശർക്കര പാനി നന്നായിട്ട് ചൂടുണ്ടാവാൻ തന്നെ ശ്രദ്ധിക്കണം. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കട്ട പിടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണികളൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് തിക്കായിട്ട് കിട്ടും. ഒരു 2 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തിക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എത്ര പെട്ടെന്നാണ് ഇത് തിക്കായിട്ട് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിന് ചുറ്റിലും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിരിക്കണം. ഇതിങ്ങനെ നമുക്ക് പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന പരിവായാൽ നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിലാണ് നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതിന് ചുറ്റിലും ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഹൽവൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ഇങ്ങനെ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഹൽവ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ആഡ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, നല്ല എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്